നമസ്കാരം. ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാരിറ്റൽ ഡിസ്കോർഡിനെ കുറിച്ചിട്ടാണ്. ഇതിന് നമ്മൾ മാരിറ്റൽ കോൺഫ്ലിക്റ്റ് എന്നും മാരിറ്റൽ പ്രോബ്ലംസ് എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇത് ഒരു വിവാഹ ജീവിതത്തിൽ, ഒരു മാരേജ് ലൈഫിൽ പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടാവുന്ന ഡിസഗ്രിമെന്റ്സ്, ആർഗ്യുമെന്റ്സ്, തർക്കങ്ങൾ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ടെൻഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ മാരിറ്റൽ ഡിസ്കോർഡ് എന്ന് പറയുന്നത്. സോ ഇത് ഉണ്ടാവാനായിട്ട് കോമൺ കോസസ് കുറച്ചുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ആ പാർട്ട്ണറുമായിട്ട് നമ്മൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടക്കേടുകളും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വിഷമങ്ങൾ അവിടെ തുറന്ന് പറയുന്നില്ല, ഒരു ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ പല പ്രോബ്ലംസും അവിടെ ഉണ്ടാവാം. കാരണം അങ്ങനെ ഒരു പുവർ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുമ്പോൾ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. അപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസ് ഒക്കെ അവിടെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ കുറച്ചുകൂടെ അധികമായിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ്. ഒരു മണി മാനേജ്മെന്റിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുന്നതിലും ഫിനാൻഷ്യൽ പ്രയോറിറ്റീസ്, എവിടെയാണ് നമ്മൾ എവിടെയാണ് അവിടെ പൈസ ചെലവാക്കേണ്ടത്, എങ്ങനെയാണ് ചെലവാക്കേണ്ടത് എന്നുള്ളൊരു ഒരു വ്യക്തത അവിടെ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രത്യേകമായിട്ടും അൺഎംപ്ലോയ്മെന്റ്, നമുക്കൊരു ജോലി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വഴക്ക്, തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ അതല്ലാതെയുള്ള ഇപ്പൊ കടങ്ങള്, പല ലോണുകൾ എടുത്തിട്ട് നമ്മൾ കടത്തിലായിട്ട് ഉണ്ടാവുമ്പോ അതിൽ നിന്നും ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും മാരിറ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞ് വരുന്ന ഒരു കോസ് എന്ന് പറഞ്ഞാല് ഇന്റിമസി ഇഷ്യൂസ് ആണ്. ഇന്റിമസി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോ അതിന് നമ്മുടെ പാർട്ട്നേഴ്സിന് പല രീതിയിലുള്ള സെക്ഷൽ ഡിസയേഴ്സ് ആയിരിക്കും. അപ്പൊ അതിലുണ്ടാവുന്ന ഡിഫറൻസസ്, അത് മാത്രമല്ല ഇമോഷണൽ ഇന്റിമസീസ്, അതായത് ഒരു ഇമോഷണൽ ലെവലിൽ നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് ഒരു ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും. ഇപ്പൊ സെക്ഷൽ ഇപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് പുരുഷന്മാരിലാണെങ്കിലും പ്രിമച്വർ ഇജാക്കുലേഷൻ, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററിന്റെ ലെവല് കുറഞ്ഞു പോകുന്നത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി, ഇപ്പൊ സ്ത്രീകളിലാണെങ്കിലും ഒരു മെനപ്പോസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും അവിടെ ഒരുപാട് ഇപ്പോ സെക്ഷൽ ഇൻട്രസ്റ്റിന് ഒരു ലാക്ക് ചെയ്യുന്നുണ്ടാവാം, ഒരു ലോ ലിബിഡോ, അല്ലെങ്കിൽ PCOD പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അവിടെ അവർക്കിപ്പോ അതിനോടൊരു ഇൻട്രസ്റ്റ് കുറയാം. അപ്പൊ അത് ഒരു മാരിറ്റൽ പ്രോബ്ലമിലേക്ക് ലീഡ് ചെയ്യാം. പിന്നെ വരുന്നത് പാരന്റൽ ഡിസഗ്രിമെന്റ്സ് ആണ്. അപ്പൊ നമ്മള് ആസ് എ കപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു റോളാണ്. പക്ഷെ ഒരു ഫാമിലി, ഒരു കുട്ടി കൂടി വന്നു കഴിയുമ്പോഴേക്കും അവിടെ ഒരു മദർ, ഒരു ഫാദറിന്റെ റോളും കൂടിയാണ് അവിടെ അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാരന്റ്സ് ആയി കഴിയുമ്പോൾ ചിലപ്പോ നമ്മള് ഇപ്പോ പാരന്റിങ് സ്റ്റൈൽസ്, ഓരോ പാരന്റും ഒരു കുട്ടീനെ വളർത്തുന്ന രീതികൾ, അതിനാണ് നമ്മൾ പാരന്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇതിനു മുൻപ് നമ്മൾ പാരന്റിങ് സ്റ്റൈൽസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിലിപ്പോ ഒരു പാരന്റ് അതോറിറ്റേറിയൻ പാരന്റിങ്ങും വേറൊരു പാരന്റ് ചിലപ്പോൾ പെർമിസീവ് പാരന്റിങ് സ്റ്റൈല് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരുപാട് ഡിസഗ്രിമെന്റ്സസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടിയുടെ ഡിസിപ്ലിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടീനെ സംബന്ധിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം. അതും ഒരു മാരേജ് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആ വ്യക്തിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരു ട്രസ്റ്റ്, അതായത് ഇപ്പൊ ഇൻഫിഡിലിറ്റി, നമ്മുടെ പാർട്ട്ണർ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോവുകയാണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ബിട്രയൽ ഫീലിങ്സ്, അവര് നമ്മളെ ചതിക്കുന്നുണ്ടോ, നമ്മളെ ബിട്രേ ചെയ്യുന്നുണ്ടോ, എന്നിട്ടാണോ നമ്മുടെ കൂടെ ഈ ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നൊരു തോന്നല്, അതും
ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യാം. പിന്നെ പേഴ്സണാലിറ്റി ഡിഫറൻസസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രോബ്ലംസ്, ഇപ്പോൾ ഒരു BPD, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ഒരു പേഴ്സന്റെ കൂടെയാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പൊ അങ്ങനെ വരുന്നതും അതൊരു റീസൺ ആണ്. അതല്ലാതെ എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ലൈഫ്, അതായത് വർക്ക് ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന അവിടെ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്, അത് എക്സോസ്റ്റഡ് ആയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ അത് അവിടെ പ്രൊജക്ട് ചെയ്യുന്നു. അതല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പൊ ഫിസിയോളജിക്കൽ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്യും, നമ്മൾ മറ്റുള്ളവരായിട്ട്, നമ്മുടെ പാർട്ട്ണറിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിനെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിനെ ഒക്കെ എഫക്ട് ചെയ്യും നെഗറ്റീവായിട്ട്. സോ ഹെൽത്ത് ഇഷ്യൂസും ഒരു റീസൺ ആണ്. ഇനി ഈ മാരിറ്റൽ ഡിസ്കോർഡ് ഉണ്ട് എന്ന് നമുക്ക് പറയുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്രീക്വന്റ് ആയിട്ടുള്ള ആർഗ്യൂയിങ്. നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ മാരേജ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഡിസഗ്രിമെന്റ്സ് റെഗുലർ ആയിട്ട് ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ ഒരു മാരിറ്റൽ ഡിസ്കോർഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് അവിടെ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ, അതായത് ഒരു വൈകാരിക പരമായിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു ലവ്, ഒരു അഫെക്ഷൻ, കെയർ, ഇതൊന്നും അവർക്ക് തോന്നുന്നില്ല, യാതൊരു അടുപ്പവും അവരുമായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൈൻ ഓഫ് മാരിറ്റൽ ഡിസ്കോർഡ് ആണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റിമസി ഇഷ്യൂസ്, പിന്നെ ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുക, എപ്പോഴും നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്യുക, അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെതിരായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, പറയുക. ആൻഡ് നെക്സ്റ്റ് ഇസ് അവോയ്ഡൻസ്. നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകൂ എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നു, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നു. അപ്പൊ അതും ഒരു സൈൻ ഓഫ് മാരിറ്റൽ ഡിസ്കോർഡ് ആണ്. അപ്പോ ഈ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത് സോൾവ് ചെയ്യാനായിട്ടാണ് നമുക്ക് മാരിറ്റൽ തെറാപ്പി ഉണ്ട്, അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പി ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ക്ലയൻസും നമ്മളെ വന്ന് സമീപിക്കാറുണ്ട്. ഇതിപ്പോ പല കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം. ചിലപ്പോ ആ വ്യക്തിയുടെ ചില പെരുമാറ്റ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് സംതൃപ്തി കിട്ടുന്നില്ല, ഒരു കുറെ അഭിപ്രായ വ്യത്യാസങ്ങള് ഉണ്ടാവുന്നു, ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവുന്നു, ഇതിന്റെ ഉള്ളിൽ ഒരു ലോക്ക്ഡ് ഫീലാണ് തോന്നുന്നത്. ഈ ഒരു വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട് ഒരു ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ള പല റീസൺസിലും നമുക്ക് ക്ലയൻസ് വന്ന് സമീപിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനിടയിൽ നമ്മൾ കാണുന്ന ഒരു പെരുമാറ്റ രീതിയാണ് റെസിപ്രോക്കേറ്റഡ് നെഗറ്റീവ് ബിഹേവിയർ. അതായത് ഒരു പാർട്ട്ണർ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുന്നു, അപ്പൊ മറ്റു പാർട്ട്ണർ അതിനോടൊപ്പം തന്നെ വളരെ നെഗറ്റീവായിട്ട് അതിനേക്കാൾ ഒരു കുറച്ചുകൂടി കൂടിയ രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്ത് രണ്ടുപേരും നെഗറ്റീവായിട്ട് സംസാരിച്ച് അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് വലിയൊരു വഴക്കിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ. ഇതിന് നമ്മൾ റെസിപ്രോക്കേറ്റഡ് നെഗറ്റീവ് ബിഹേവിയർ എന്ന് പറയും. പിന്നെ വരുന്നത് ഇമോഷണൽ ആയിട്ട് അതായത് ഇമോഷണൽ ആയ രീതിയിൽ എപ്പോഴും കാര്യങ്ങൾ നോക്കിക്കാണുന്നു, അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, വളരെ നമുക്ക് വിമർശനങ്ങൾ അത് താങ്ങാൻ പറ്റാത്തത്, അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഇപ്പൊ കുറവുകൾ എന്തെങ്കിലും പാർട്ട്ണർ ചൂണ്ടിക്കാണിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. ഇമോഷണൽ ആയിട്ട്, പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികപരമായിട്ട് അത് ചിന്തിക്കാതെ നമ്മൾ ഒരു ഇമോഷണൽ ലെവലിൽ നമ്മളത് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. മൂന്നാമത് വരുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽ ഇല്ലാത്തത്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിനെ എങ്ങനെ അത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഒരു ഒത്തുതീർപ്പാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ആ ഒരു സ്കിൽ അവിടെ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പറയുന്ന ഈ ഡിസ്കോർഡിന് റീസൺ ആകും എന്നുള്ളതാണ്. അപ്പോ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കില്ല് ഉണ്ടാവാതിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റീഇൻഫോഴ്സ്മെന്റ് എറോഷൻ. അതായത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരിക, കാലം കഴിയും തോറും സാഹചര്യങ്ങൾ മാറുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മാറി വരുന്ന ഒരു രീതി.
സോ ചില ക്ലയൻസ് അപ്പോ ഫസ്റ്റ് സെഷനിൽ തന്നെ വന്നിട്ട് പറയും, ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സെഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഈ മുറി വിട്ട് പോകുമ്പോൾ തന്നെ അത് തീർക്കണം എന്നുണ്ട്. പക്ഷെ അത് വളരെ ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബിക്കോസ് ഈ ഒരു പ്രശ്നം എന്താ ഒരു സ്റ്റാർട്ടിങ്ങിലായിരിക്കില്ല അവരിവിടെ കപ്പിൾ തെറാപ്പി സീക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ അവര് ഒരു പ്രശ്നങ്ങൾ വന്ന് 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 ഒരു പോയിന്റ് എത്തി അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവരിവിടെ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഒന്നോ രണ്ടോ സെഷൻസ് കൊണ്ട് തീർക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന് രണ്ട് സെഷൻസ് തന്നെ നമുക്ക് ഇത് അസസ്മെന്റിന് വേണ്ടിയിട്ട് വേണം എന്നുള്ളതാണ്. പിന്നീട് ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ബേസ് നമ്മളത് ഫോളോ ചെയ്ത് പല ഇന്റർവെൻഷൻസിലൂടെ നമ്മൾ അവർ ആ ഒരു നോർമൽ ഒരു നല്ലൊരു ലൈഫിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. സോ ഇനി കപ്പിൾ തെറാപ്പി പോസിബിൾ ആവാത്ത, കപ്പിൾ തെറാപ്പി കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവ് ആവാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കപ്പിൾ തെറാപ്പി യൂസ്ഫുൾ ആവാത്ത ചില സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇപ്പോ ഒരു വ്യക്തിക്ക് ഒരു പാർട്ട്ണറിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, ആ പാർട്ട്ണർ അതിൽ നിന്നും പിന്മാറാനായിട്ട് ഒട്ടും വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. രണ്ടാമത്തേത്, രണ്ട് പാർട്ട്നേഴ്സും മ്യൂച്വലി ഓൾറെഡി ഡിവോഴ്സിന് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ പാർട്ട്ണറിന് ആർക്കെങ്കിലും ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ തെറാപ്പി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ആ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് നമ്മൾ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും നമ്മൾ കപ്പിൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് എന്താ പറയാ, കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്, ഒരുപാട് വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ലൈഫാണ് മാരേജ് ലൈഫ്. അപ്പൊ അതില് നമ്മൾ ഒരു സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് നമുക്ക് ആദ്യം വരുത്തേണ്ടത്. ഇപ്പൊ സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് മാറ്റിക്കൊണ്ടിട്ട് നമ്മൾ അതിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക, നമ്മളൊരു മെന്റൽ പ്രിപ്പയർഡ്നെസ് എന്ന് നമ്മൾ ഇതിനെ പറയും. നമ്മള് ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം, എനർജി, മണി ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സൈക്കോളജിക്കൽ പ്രിപ്പയർഡ്നെസ് എന്ന് പറയും. സോ അതിന് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, എന്തൊക്കെയാ, വാട്ട് ഇസ് മാരേജ്, എന്തായിരിക്കും മാരേജ് എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ളൊരു കറക്ഷൻസ്, തെറ്റിദ്ധാരണകൾ മാറ്റി എന്താണ് വാട്ട് വിൽ ബി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു അവയർനെസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രിപ്പയർഡ്നെസ്സിൽ നിന്നും നമ്മൾ മാരേജ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ മാരേജ് ലൈഫ്. താങ്ക് യു.